നിങ്ങൾ തമ്മിലുള്ള പ്രണയബന്ധത്തിന്റെ ആഴം എത്രമാത്രമാണ്? അതുപോലെ തന്നെ നിങ്ങളുടെ പ്രണയബന്ധത്തിന്റെ ഫ്യൂച്ചർ എനർജി എന്താകും? തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 2 പേരും ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനില് ഒരു ന്യൂ ബിഗിനിങ് ആണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും. അതായത് ഇനിയും ഈ ഒരു ഏകാന്തതയില് അല്ലെങ്കിൽ ഒറ്റപ്പെടലിൽ ജീവിക്കാനായിട്ട് 2 പേർക്കും കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ 2 പേരും ആഗ്രഹിക്കുന്നത് ഈ സിറ്റുവേഷനിൽ ഒരു മാറ്റം ഉണ്ടാവണം. ഈ നെഗറ്റിവിറ്റീസ് എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാഞ്ഞു പോകണം. മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ മാറിപ്പോണം എന്നും നിങ്ങൾ ഒരുമിച്ച് ഒരു ലൈഫ് ഉണ്ടാവണമെന്നും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം അവരായിട്ട് നിങ്ങളോട് പല കാര്യങ്ങളും ഹൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ ഒരു തോന്നലില് അവർക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് അവര് നിങ്ങളെ ചീറ്റ് ചെയ്തു പോയി എന്ന് പോലും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ച് നിങ്ങളെ സ്നേഹിച്ചിരുന്നു അവര്. കാരണം അത്തരം കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ നിങ്ങൾ ഉപേക്ഷിക്കുമോ എന്നുള്ള ഒരു ചിന്തയിൽ മാത്രമാണ് ആ വ്യക്തി പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ആ വ്യക്തി അതിലെല്ലാം റിഗ്രറ്റ് ചെയ്യാണ്. പല കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളില്ലാണ്ട് അവർക്ക് അവരുടെ ലൈഫിൽ ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ സെയിം ഫീലിംഗ് ആണ് നിങ്ങൾക്കും തോന്നുന്നത്. കാരണം ഇപ്പോഴാണ് നിങ്ങൾക്ക് 2 പേർക്കും ഈ റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാവുന്നത്. ഓക്കെ. യെസ്. ഓരോ ദിവസങ്ങളും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു ബർഡൻ ആയിട്ട് തോന്നുകയാണ്. ഒരു ഭാരം പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് മനസ്സിന് ഒരുപാട് ഭാരം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ സന്തോഷകരമായ നിമിഷങ്ങൾ, ദിവസങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരുപാട് ലോസ് ഫീലിംഗ് ഉണ്ടാക്കുന്നുണ്ടാവാം. അത് തന്നെയാണ് റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. കാരണം പരസ്പരം നിങ്ങൾക്ക് യെസ്, ഒരുമിച്ച് ഒത്തുചേർന്ന് ജീവിക്കണം എന്നുള്ളത് ഈ എന്താണ് യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഡിസൈഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെ അവർക്കും അവർക്ക് നിങ്ങളെയും ഒരുപോലെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ ചിലപ്പോൾ ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം. നിങ്ങൾ ഒരുമിച്ച് ചേരേണ്ടതായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് കൂടുതൽ പേരും എന്ന് കാണുന്നുണ്ട്. അത്രമാത്രം ഒരു ആത്മബന്ധമാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടും നിങ്ങൾക്ക് ആ വ്യക്തിയോടും ഫീൽ ചെയ്യുന്നത്. അത്രമാത്രം ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്ക് 2 പേരിൽ ഒരാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ. ഈ വ്യക്തിയെ നിങ്ങൾക്ക് മുന്നേ അറിയാവുന്നുള്ള പോലുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ലൈഫിൽ നിന്ന് നഷ്ടമായി പോയാലും ഈ റിലേഷൻഷിപ്പില് എന്താണ് ആ എന്ത് എന്ത് നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടായാൽ പോലും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുമെന്നാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സണും ആ ഒരു ഡിസിഷനിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മേ ബി അവരുടെ ലൈഫിൽ ഒരുപാട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. നിങ്ങളോട് പറയാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. ആ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടായതുമായിരിക്കാം. പക്ഷെ എപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ തന്നെ ഒരു ടോട്ടൽ ചേഞ്ച് നിങ്ങളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവാം. അപ്പോൾ അത്രമാത്രം ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ അത്രയും നിങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് സപ്പോർട്ട് കൊടുത്തിട്ടുള്ള വ്യക്തിയായിരിക്കാം. കാരണം നിങ്ങളുടെ 2 പേരുടെ എനർജീസ് ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രണ്ടും മിക്സ് ചെയ്ത് പറയുന്നത്. ഓക്കെ. അപ്പോൾ 2 പേർക്കും ഈ ഒരു ഫീലിംഗ് ഉണ്ട്. അതായത് ഒരാൾക്ക് മറ്റൊരാളില്ലാണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. അത്രമാത്രം ഈ ബന്ധത്തിന് ആഴമുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ചേരുന്ന നിമിഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു അവസരം ഉടനെ കൊണ്ടുവരും എന്നാണ് കാണുന്നത്. ആ ഒരു ടവർ സിറ്റുവേഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന നെഗറ്റീവ് സിറ്റുവേഷൻസ് എല്ലാം എൻഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നുണ്ട്. പരസ്പരം പറയാതെ പോയ പല കാര്യങ്ങളും നിങ്ങൾക്ക് പറയാനായിട്ടുള്ളൊരു അവസരം നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് പരസ്പരം കണ്ട് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ളത്. അത് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ
അത്രമാത്രം ആഴമേറിയ റിലേഷൻഷിപ്പാണ് ഇതെന്നാണ് കാണുന്നത്. ഓക്കെ. യെസ്. ഡെഫിനിറ്റ്ലി ഇപ്പോ നിങ്ങൾക്കിടയിലുണ്ടായ സെപ്പറേഷനിലെല്ലാം ഒരു മാറ്റം ഉണ്ടാവും. കുറച്ച് പേർക്ക് ഇതൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ പോലും അത് നിങ്ങൾ അത്രയ്ക്കൊന്നും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല. കാരണം എന്താണ് ലൈഫിൽ ഒരുപാട് സമയത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ പേഴ്സണുമായിട്ടുള്ള ഒരുമിച്ചുള്ള ജീവിതം പലർക്കും വളരെ പോസിബിൾ ആണെന്നാണ് കാണുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എന്താണ് എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരിക്കലും ആ വ്യക്തി മറ്റൊരു കാര്യത്തിലും വേണ്ടിയിട്ട് ഉപേക്ഷിക്കില്ല എന്നാണ് കാണുന്നത്. നിങ്ങളായിട്ട് ചിലപ്പോൾ ഈ വ്യക്തിയിൽ നിന്നും അകന്ന് മാറി നിൽക്കുന്നുണ്ടാവാം. എങ്കിൽ പോലും ഈ വ്യക്തി ഒരിക്കലും നിങ്ങളെ വിട്ടു പിരിയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ അത്രമാത്രം നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ അവര് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നിങ്ങളിങ്ങനെ അവരിൽ നിന്ന് അകന്നു പോകുന്നുണ്ട് എങ്കിൽ പോലും അവര് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അട്രാക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ. യെസ്. അവരുടെ ലോകത്തില് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ സന്തോഷം നിങ്ങളാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു റിലേഷൻഷിപ്പില് ഫ്യൂച്ചർ എനർജിയിൽ നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങളാണ് ഈ റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സങ്കടത്തിലായിരിക്കും. പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് ഇത് എന്ന് കാണുന്നുണ്ട്. യെസ്. ന്യൂ ബിഗിനിങ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് ഇൻവെസ്റ്റ് ചെയ്താലും എന്ത് നഷ്ടപ്പെട്ടാലും അവർ നിങ്ങളെ നേടിയെടുക്കും എന്നുള്ള ഒരു ഡിസിഷൻ അവരെടുത്തിരിക്കുകയാണ്. അത്രമാത്രം അവർക്ക് ഈ നിങ്ങളെ പിരിഞ്ഞിരിക്കുന്നതിൽ ഒരുപാട് വേദന അവർ അനുഭവിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിൽ വളരെയധികം മാറ്റങ്ങളാണ് കാണുന്നത്. ഓക്കെ. ഒരിക്കലും അവർ നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ എന്താണോ അവർ ഫേസ് ചെയ്യുന്നത്, ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും കരിയറുമായിട്ട് ഉള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവാം. അത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടാവാം. ചില സമയങ്ങളിൽ ആ ഒരു സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഈ സെപ്പറേഷൻ ഉണ്ടായത്. പക്ഷേ അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾക്ക് ഒരു സ്ഥാനം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത്രമാത്രം അവര് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് ഫ്യൂച്ചറിൽ വളരെയധികം ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഈ ലൈഫിൽ ഉണ്ടാവും. ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെ ഉണ്ടാവും എന്നാണ് കാണുന്നത്. ഓക്കെ. ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് എല്ലാവരുടെയും റീഡിംഗ് അല്ല. എങ്കിൽ പോലും മാക്സിമം എല്ലാ പേർക്കും ഇത് റെസൊനേറ്റ് ആവുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രമാത്രം പോസിറ്റീവ് എനർജിയാണ് വരുന്നത്. നിങ്ങൾക്കിടയിൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ ചില കാര്യങ്ങൾ മറച്ചു വെച്ചതായിരിക്കണം ഈ ഒരു സെപ്പറേഷൻ ഉണ്ടാവാനുള്ളൊരു കാരണമായത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്.